യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്നത് ഒരനുഗ്രഹമായി മാറുന്ന സമയത്താണ് നാം എല്ലാവരും ഉള്ളത്. ദൈവം നമ്മെ സമർത്ഥമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: എൻ്റെ ആവശ്യങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. ഞാനിപ്പോൾ കടന്നു പോകുന്ന സങ്കടങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, എൻ്റെ ചെറുതും വലുതുമായ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരുന്ന് ദൈവവചനം ശ്രവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലൊന്നോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന ദിവസമായിരിക്കട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ദൈവം ഒരു ദൗത്യം നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. കാരണം നിങ്ങളിലൂടെ അനേകർ ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കുന്നുണ്ട്. നിങ്ങളിലൂടെ അത് ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ദൗത്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, പങ്കെടുക്കുന്നവരെയും, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം ഇന്ന് കേൾക്കാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. എസെക്കിയേൽ പ്രവാചകൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവം സാക്ഷ്യമായിട്ട് പറയുവാണ്. ആ ചുരുൾ ഞാൻ ഭക്ഷിച്ചു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ ചുരുൾ? അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ? ദൈവവചനം ഭക്ഷിക്കുക, ദൈവവചനം സ്വീകരിക്കുക. ഇന്നത് കൈപ്പേറിയ പല അനുഭവമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും നാളെ ഒരു സമയത്ത് ജീവിതത്തിലുമുണ്ടാകും മധുരിക്കുന്ന ഒരനുഭവം. തേൻ പോലെ മധുരിക്കുന്ന ഒന്നായി ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും മാറും. ഇന്ന് കേൾക്കുന്ന വചനം തേൻ പോലെ മധുരിക്കുന്ന ഒരനുഭവമായിട്ട് മാറും. അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, തേൻ പോലെ. ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ രണ്ട് ഭാഗവും ചേർത്ത് വായിക്കുമ്പോഴാണ് ഒന്ന് മനസ്സിലാവുക. മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. ദൈവവചനമാകുന്ന ഒന്നാണ് ഈ തേൻ. നമ്മുടെ സാധാരണ അർത്ഥത്തിലുള്ള തേനെന്നാൽ അർത്ഥത്തിലല്ല. മകനെ, തേൻ ഭക്ഷിക്കുക, കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അടുത്ത ഭാഗം ഇങ്ങനെയാണ്: അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നിനക്ക് നല്ല ഭാവിയുണ്ടാകും. മകനെ, തേൻ കുടിക്കുക,
അത് നല്ലതാണ്. അത് നിനക്ക് ജ്ഞാനത്തെ തരും, ആത്മാവിന് ജ്ഞാനം തരും. അത് നിൻ്റെ ഭാവിക്ക്, അത് നേടിയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയാം. ദൈവവചനം നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും മക്കളും കൊച്ചുമക്കളും ഒക്കെ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്നത് ഐശ്വര്യപൂർണമായൊരു ഭാവിയാണ്. നല്ലയൊരു ഭാവി മക്കൾക്കുണ്ടാകണം, അവരവർക്കുണ്ടാകണം, പ്രിയപ്പെട്ടവർക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് പലരും. ചിലർ പറയില്ലേ, ഈ വ്യക്തിയുടെ ഭാവി എന്താവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവവചനമാകുന്ന തേൻ കുടിക്കുക, അത് നാവിൽ മാത്രമല്ല മധുരമായി മാറുന്നത്, അത് ജീവിതത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് മാതാപിതാക്കളോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ മക്കൾ വചനം കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കണം, അവരെ പ്രചോദിപ്പിക്കണം, അവരോട് പറയണം. എന്നെ കേൾക്കുന്ന അനേകർ വിവിധ രാജ്യങ്ങളിലിരുന്ന് ചെറുപ്പക്കാർ, യുവതീ-യുവാക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നാഗ്രഹിച്ചാണ് ഓരോ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുകയും പഠിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട്, ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുന്നവരായ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുക, വചനം കേൾക്കുന്ന നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ ചിലപ്പോൾ കൃഷിയായിരിക്കും, വാഹനമായിരിക്കും, കടലിലായിരിക്കും, എന്തുമാകട്ടെ നിങ്ങളുടെ വരുമാന മാർഗം. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന, ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകും. വചനം കേൾക്കുന്നൊരു വ്യക്തിയോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട് 23-24 സുഭാഷിതങ്ങൾ 24-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാനം, നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല, ഭംഗം നേരിടുകയില്ല. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കും, നീ ആഗ്രഹിച്ചത് നീ നേടിയെടുക്കും. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നിൻ്റെ പ്രതീക്ഷയ്ക്ക്, ശ്രദ്ധിക്കുക, ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ദൈവവചനം തേൻ പോലെ മധുരിക്കുന്നു അതുപോലെ സ്വീകരിക്കുന്ന ഒരാൾ, അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവി തടസ്സപ്പെട്ടു പോവില്ല, അവരുടെ ഭാവിക്ക് ഭംഗം നേരിടുകയില്ല, അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അത്രയും പ്രാധാന്യമുള്ളതാണ് ഓരോ ദിവസത്തെയും വചനവും പ്രാർത്ഥനയും അനുഗ്രഹവും ആശീർവാദവും എല്ലാം. അനുഗ്രഹിക്കട്ടെ ദൈവം. നമുക്കിപ്പോൾ ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നീ വചനം കേട്ടപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഏത് കാര്യത്തെ ഓർത്താ വിഷമത്തോടെ കേട്ടത്? ഏത് കാര്യമോർത്താ മനസ്സ് തേങ്ങുന്നത്? എവിടെയാ മനസ്സ് കലങ്ങിയത്? ഏത് കാര്യത്തിലാണ് തളർന്നിരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? എന്തു കാര്യം ആലോചിക്കുമ്പോഴാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്? എവിടെയാ മനസ്സ് വാടിപ്പോയത്? ഇന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് എത്ര വേദനാജനകമോ കയ്പ് നിറഞ്ഞതോ ആണെങ്കിലും അത് തേൻ പോലെ മധുരിക്കുന്നൊരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. വചനം നിങ്ങളെ ശാപത്തിലേക്കല്ല, അനുഗ്രഹത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. വചനം നിങ്ങളെ ഐശ്വര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. അയ്യോ, തിരിച്ചു പോകേണ്ടി വരുമോ, നാണം കെട്ടു പോകേണ്ടി വരുമോ, എൻ്റെ ഭാവിയെല്ലാം നഷ്ടപ്പെട്ടല്ലോ പറയേണ്ടി വരില്ല. നിൻ്റെ ഭാവി ഐശ്വര്യപൂർണമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശയിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് നല്ലൊരു ജോലിയില്ലെങ്കിൽ നല്ലൊരു ജോലിയെ കൊടുക്കണമേ.
പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ അവർക്ക് കഴിവ് കൊടുക്കണമേ. സ്വഭാവ രൂപീകരണം കൊടുക്കണമേ. താമസിക്കാൻ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ, സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങൾ ഉണ്ടാകട്ടെ, ഭക്ഷിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാകട്ടെ. എല്ലാ സൗകര്യങ്ങളും ദൈവം ഒരുക്കി അനുഗ്രഹിച്ചു തരട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഇവരെ നടത്തണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ മാസം 2-ാം ശനിയാഴ്ച, ജൂൺ മാസം 2-ാം ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് സിസ്റ്റേഴ്സിനായി മാത്രം അരമണിക്കൂർ സമയം പ്രാർത്ഥനയാണ്. സിസ്റ്റേഴ്സിനു വേണ്ടി മാത്രം. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ സഭാധികാരികളോ ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, അധികാരികളോട് ഒക്കെയും സംസാരിക്കുക. ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സമയവും സാഹചര്യവും മനസ്സും ഒക്കെ അനുകൂലമാണെങ്കിൽ 2-ാം ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സിസ്റ്റേഴ്സിനു വേണ്ടി, ഓരോ സമർപ്പിത ജീവിതം നയിക്കുന്ന എല്ലാ സഹോദരിമാർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനകൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും, പങ്കെടുക്കാൻ സാധിക്കും എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇത് നിങ്ങളൊരു അറിയിപ്പായിട്ട് കാണുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ആഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് സാധ്യമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും വചനമൊക്കെ അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.